Okay, next is we are studying the parallel combination of the capacitor. അപ്പോൾ എന്താണ് നേരെ കപ്പാസിറ്റൻസിന് രണ്ട് കോമ്പിനേഷൻ ഉണ്ടെന്ന്, ഒന്ന് സീരീസ് കോമ്പിനേഷനും അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, രണ്ടാമത്തെ കോമ്പിനേഷൻ എന്ത് പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ അല്ലേ, സീരീസ് എന്ന് പറയുന്നത് ഒരു പരമ്പര. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ടൊന്ന് അല്ലേ, അപ്പോൾ ഇതാ 3 കപ്പാസിറ്റർ ഉണ്ടെങ്കിൽ ആദ്യം വരെ ഇതാ ഒരു കപ്പാസിറ്റർ, പിന്നെ അടുത്ത വേറെ കപ്പാസിറ്റർ, അടുത്ത 3 കപ്പാസിറ്റർ അല്ലേ. ഒരു കറണ്ട് വരുമ്പോൾ ഒന്നാമത്തെ കപ്പാസിറ്റർ കൂടി കറണ്ട് പാസ് ചെയ്ത് പിന്നെ രണ്ടാമത്തേലേക്ക് വരുന്നു, പിന്നെ മൂന്നാമത്തെ എന്താ പരമ്പരയായിട്ട് വരുന്നു, ഒന്ന് കഴിഞ്ഞിട്ട്. അതാണ് സീരീസ്. ഇനി പാരലൽ എന്ന് പറയുന്നത് സമാന്തരമായിട്ട് അല്ലേ, റോഡിൽ ഭയങ്കര തിരക്കുണ്ടാകുമ്പോൾ സമാന്തര റോഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ല, അപ്പൊ അതിന് സമാന്തരമായിട്ട് വേറെ റോഡ് ഉണ്ടാക്കും. അതേപോലെ പാരലൽ കോമ്പിനേഷൻ. അപ്പൊ ഇവിടെയുള്ള പാരലൽ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ പാരലൽ കോമ്പിനേഷന്റെ സർക്യൂട്ട് ഡയഗ്രമാണ് ഇത് അല്ലെ. ഇതാണെന്ത് പാരലൽ കോമ്പിനേഷന്റെ സർക്യൂട്ട് ഡയഗ്രാം. ശ്രദ്ധിച്ചോളെ. നേരത്തെ പാരലലും സീരീസിലും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. സീരീസിലാണെങ്കിൽ ഒരു കപ്പാസിറ്റർ ഇവിടെ വെച്ചു, അടുത്ത കപ്പാസിറ്റർ എന്താ ഇവിടെ, അടുത്ത കപ്പാസിറ്റർ ഇവിടെ. ആ കോമ്പിനേഷനാണ് എന്ത് സീരീസ് കോമ്പിനേഷൻ. ഇപ്പൊ ഈ പാരലൽ കോമ്പിനേഷൻ എന്താ, ഒരു കപ്പാസിറ്റർ ഇവിടെ വെച്ചു, അതിനെന്താ നേരെ താഴെ വെച്ചു അല്ലെ. അപ്പൊ ഇത് നോക്കോ, ഇതിൽ ഈ Q1 എന്ന് പറയുന്ന പ്ലേറ്റ്, ഇത് ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ പ്ലേറ്റ് Q1 അല്ലെ. അപ്പൊ എന്താ ഇത് ഒക്കെ ഏതിനോട് കണ്ടത്, പോസിറ്റീവിനോട്. ഇതും ഏതാണ് പോസിറ്റീവിനോട്, ഇതും ഏതാണ് പോസിറ്റീവ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള എല്ലാ കപ്പാസിറ്ററിന്റെ പ്ലേറ്റും ഏതിനോട് കണക്ട് ചെയ്തു, പോസിറ്റീവിനോട് കണക്ട് ചെയ്തു. ഇതിലാണെങ്കിലോ ഈ ഭാഗത്തുള്ള എല്ലാ കണക്ഷനും ഏതിനോട് കണക്ട് ചെയ്തിരിക്കുന്നത്, നെഗറ്റീവിനോട് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ, നെഗറ്റീവിനോട് കണക്ട് ചെയ്യുന്നത്. ഇതാണ് എന്ത് പാരലൽ കോമ്പിനേഷൻ. ഇനി പാരലൽ കോമ്പിനേഷനിലെ സർക്യൂട്ട് ഡയഗ്രം ഓർത്തോളെ. അപ്പൊ ഇത് C1 ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്, ഇത് C2 രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്, മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ് C3. അപ്പൊ ചിത്രത്തിൽ എഴുതിയിട്ടില്ല, നിങ്ങൾ മാർക്ക് ചെയ്യണേ. C1 C2 C3. ഇനി ഇവിടേക്കോ ഒരു പൊട്ടൻഷ്യൽ സോഴ്സിനോട് കണക്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇതൊരു ഇങ്ങനെ പോസിറ്റീവ് ഇവിടെ ഇങ്ങനെ വന്നു. അപ്പൊ സ്വാഭാവികം ഈ 3 കപ്പാസിറ്ററും ഈ സെല്ലിനോട് കണക്ട് ചെയ്യുന്നതിൽ അതിലെന്ത് ചെയ്യും, ചാർജ് പുറത്തേക്ക് എടുക്കും. ആ പുറത്തേക്ക് എടുക്കുന്ന ചാർജ് ആണ് എന്ത് Q. അപ്പൊ ഈ സെല്ലിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്ന ചാർജ് ആണ് എന്ത് Q. അപ്പൊ ആ Q ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്ത്, കുറച്ച് ഇങ്ങോട്ടേക്ക് പോയി, കുറച്ച് ഇങ്ങോട്ടേക്ക് പോയി, കുറച്ച് ഇങ്ങോട്ടേക്ക് പോയി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കപ്പാസിറ്ററിന് കിട്ടുന്ന ചാർജ് ആണെന്ത് Q1, രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ ചാർജ് ആണെന്ത് Q2, മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ ചാർജ് ആണെന്ത് Q3 എന്ന് പറഞ്ഞാൽ ഏകദേശം പാരലൽ എന്ന് പറഞ്ഞാൽ സങ്കല്പിച്ചോ, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നത്, ഒരു 100 ആള് വരുന്നതാണ്. ഇതാ 100 ആള് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ഇവിടെ എത്തി അല്ലെ. അപ്പൊ 100 ആൾ ഇങ്ങോട്ടേക്ക് ഒരു റോഡ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് ഒരു റോഡ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് റോഡ് ഉണ്ട്. അപ്പൊ 100 ആൾ എന്ത്, ഒരു 30 ആൾ ഇങ്ങോട്ടേക്ക് പോയി അല്ലെ, ഒരു 50 ആൾ ഇങ്ങോട്ടേക്കും പോയി. അപ്പൊ ഇനി ബാക്കി എത്ര ആളുണ്ടാവും, 20 ആൾ. ആ 20 ആൾ ഇങ്ങോട്ടേക്ക് പോയി. അപ്പൊ ഇവിടെ നോക്ക്, ഈ വന്ന ആളും പോയ ആളും നോക്ക്, വന്ന ആൾ എത്രയാ 100, പോകുന്ന ആള് ഇങ്ങോട്ടേക്ക് കുറച്ചാൾ പോയി, ഇങ്ങോട്ടേക്ക് കുറച്ചാൾ പോയി, ഇങ്ങോട്ടേക്ക് കുറച്ചാൾ പോയി. അപ്പൊ ഇതിവിടെ നമുക്ക് ആളെ വിട്ട് ചാർജിലേക്ക് ആക്കി. അപ്പൊ ഇത് Q, ഇത് Q1 Q2 Q3. അങ്ങനെയാണെങ്കിൽ ഈ Q1 Q1 Q2 നമ്മുടെ ബന്ധം എന്തായിരിക്കും, അതറിഞ്ഞാൽ റെഡി ആയി അല്ലെ. എന്താന്ന് പറഞ്ഞാൽ Q is equal to എന്തായിരിക്കണം അല്ലെ, ഞാനല്ലേ ഇവിടെ 100 ആൾ വന്നു, എന്താ കുറച്ചാൾ ഇങ്ങോട്ട് പോയി, കുറച്ചാൾ ഇങ്ങോട്ട് പോയി, കുറച്ചാൾ ഇങ്ങോട്ട് പോയി. അപ്പൊ ഇങ്ങോട്ടേക്ക് പോയ ആള് Q1, ഇങ്ങോട്ടേക്ക് പോയ ആള് Q2, ഇങ്ങോട്ടേക്ക് പോയ ആള് Q3. അപ്പൊ Q1 Q2 Q3 കൂട്ടി എന്ത് കിട്ടും, കിട്ടും 100 കിട്ടും. അപ്പൊ Q is equal to Q1 plus Q2 plus Q3. റെഡിയായേ, അതിലേക്ക് നമുക്ക് ഇതിന്റെ കാര്യം കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ നോക്കിക്കോ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, കപ്പാസിറ്റൻസിന്റെ ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്താ, C is equal to Q by V എന്നാണ്. C is equal to Q by. അപ്പൊ Qന്റെ കാര്യം പറഞ്ഞു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നേരത്തെ ശ്രദ്ധിക്കും, നേരത്തെ അപ്പൊ C പറഞ്ഞു, Q പറഞ്ഞു, ഇനി ആരെ പറയണം, V നെ പറയണം. 3 ആളെ നമുക്ക് പറയേണ്ടത്. അപ്പൊ ഇവിടെ സീരീസ് കോമ്പിനേഷനിൽ എന്ത് സെയിം ആയിരുന്നു, ചാർജ് സെയിം. എന്ത് വ്യത്യാസം, പൊട്ടൻഷ്യൽ വ്യത്യാസം. ചാർജ് സെയിം, എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇതിലാണെങ്കിലോ ചാർജ് ഡിഫറൻറ്റ്. അങ്ങനെയാണെങ്കിൽ എന്ത് സെയിം ആയിരിക്കും, പൊട്ടൻഷ്യൽ. അപ്പൊ ഇവിടുന്ന് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എത്രയാണ്, V ആണ്. രണ്ടാമത്തെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എന്തിനാണ്, V ആണ്. മൂന്നാമത്തെ കപ്പാസിറ്ററിന്റെ പൊട്ടൻഷ്യൽ എന്തിനാണ്, V തന്നെയാണ്. അപ്പൊ സീരീസും പാരലലും നമ്മളെ വ്യത്യാസം നോക്കിക്കോളെ. സീരീസ് കോമ്പിനേഷൻ കഴിഞ്ഞ വർഷമുണ്ട്. സീരീസ് കോമ്പിനേഷൻ എന്താ പറയുന്നത്, സെയിം ചാർജ് ഡിഫറെന്റ് പൊട്ടൻഷ്യൽ. എന്താ സെയിം Q അല്ലെ, V is equal to V1 plus V2 plus V3. ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇതിൽ Q is equal to Q1 plus Q2 plus Q3. V എന്തായിരിക്കും, കോൺസ്റ്റന്റ്. അപ്പൊ നോക്കുക, ശ്രദ്ധിച്ചോളെ. ഇതാ ഇൻ പാരലൽ കോമ്പിനേഷൻ പൊട്ടൻഷ്യൽ റിമെയിൻസ് ദ സെയിം. ഇപ്പൊ V എല്ലാവർക്കും ഒരുപോലെ. പിന്നെ എന്താ വ്യത്യാസം, ചാർജ് ഡിഫറെന്റ് ആണ്. അപ്പൊ ചാർജിന്റെ ബന്ധം എങ്ങനെയാ, Q is equal to Q1 plus Q2 plus Q3. അപ്പൊ ഓർത്തോ, Q is equal to Q1 plus Q2 plus Q3 വന്നാൽ അതെന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ഇനി നേരെ V is equal to V1 plus V2 plus V3 എന്ന് എന്തായിരിക്കും, അത്
സീരീസ് ആയിരിക്കും. അപ്പൊ സീരീസിൽ എന്താ ഡിവൈഡ് ചെയ്യുന്നത്? പൊട്ടൻഷ്യൽ. പാരലൽ ഏതാ ഡിവൈഡ് ചെയ്യുന്നത്? ചാർജ്. അപ്പൊ ഓർത്തോളണേ. അപ്പൊ നമുക്ക് എപ്പോഴും ഓർത്തോ, കപ്പാസിറ്റൻസിന്റെ കേസിൽ പറയുമ്പോൾ സി ക്യൂ വി, മൂന്നാളേ ഉള്ളൂ. സി ഈക്വൽ ടു ക്യൂ ബൈ വി അല്ലേ? അപ്പോൾ സി എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ്. അപ്പൊ നമുക്ക് 3 കപ്പാസിറ്റർ ഉണ്ട്. അപ്പൊ 3 കപ്പാസിറ്റൻസ് ഉണ്ട്. C1 ഉണ്ട്, C2 ഉണ്ട്, C3 ഉണ്ട്. അപ്പൊ 3 കപ്പാസിറ്റൻസ് ഇവിടെ 3 കപ്പാസിറ്റൻസ് വിയിലൂടെ കണക്ട് ചെയ്തു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ 3 ആളുകൾ എല്ലാം കൂടി കഷ്ടപ്പെട്ടിട്ട് എന്ത് ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ എടുക്കും അല്ലെ? അപ്പൊ എന്താ പറഞ്ഞാൽ ശരിക്കും നമ്മൾ ക്ലാസ്സിൽ ഇരിക്കുന്നതാണെങ്കിൽ അപ്പൊ ഈ വി എന്ന് പറഞ്ഞാൽ ഞാനാണ് പൊട്ടൻഷ്യൽ സോഴ്സ്, നിങ്ങളൊക്കെ ക്ലാസ്സിലായിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന എല്ലാ കാര്യവും എല്ലാവരും പറയാറുണ്ട് ഒന്ന് തന്നെയാണ്. പക്ഷെ എല്ലാവർക്കും കിട്ടുന്ന ചാർജ് ഒരുപോലേക്ക് അല്ലെ, മണ്ടയിലേക്ക് കുറെ സാധനം കയറുമല്ലേ, അത് സെയിം ആയിരിക്കുമോ? അല്ല. അപ്പൊ എന്തായിരിക്കും? അത് വ്യത്യാസപരമായിരിക്കും. അതാണ് Q1, Q2, Q3. പക്ഷെ പറയുന്ന സെയിം പൊട്ടൻഷ്യൽ. എന്താണത്? ചാർജ് ഡിഫറൻസ്. സെയിം പൊട്ടൻഷ്യൽ, ചാർജ് ഡിഫറൻറ്റ്. അപ്പോൾ Q ഡിഫറൻറ്റ് അല്ലെ? അപ്പൊ പറഞ്ഞത് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? സെയിം, ചാർജ് ഡിഫറൻറ്റ് ആണ്. അപ്പൊ ബന്ധം Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് Q3. ഇനി സി ഫണ്ടമെന്റൽ ഇക്വേഷൻ എന്താ? സി ഈക്വൽ ടു Q ബൈ വി. അങ്ങനെയാണെങ്കിൽ Q എന്താ? Q ഈക്വൽ ടു CV. നിലങ്കത്തിന് ഓർമ്മിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ചാർജ് ലോകരാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ച ആളാരാണ്? CV രാമൻ സാർ. Q ഈക്വൽ ടു CV. അങ്ങനെ ഓർത്തോ. അപ്പൊ അപ്പൊ നമുക്ക് Q ഈക്വൽ ടു CV. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഈ 3 കപ്പാസിറ്റൻസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ സീരീസ് കോമ്പിനേഷനിൽ ഈ ഒരു സർക്യൂട്ട് മാത്രമേ വരച്ചിട്ടുള്ളൂ, രണ്ടാമത്തെ സർക്യൂട്ട് വരച്ചില്ല. അതൊരു എഫക്റ്റീവ് സർക്യൂട്ട് അല്ലെ? ഈ 3 കപ്പാസിറ്റൻസിനും എഫക്റ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് സർക്യൂട്ട് വരക്കണം. അത് ഞാൻ ഇതിൽ വരച്ച് കാണിച്ചിട്ടുണ്ട് ഇതേപോലെ. അപ്പൊ അതേപോലെ നിങ്ങൾ മാറ്റി ഇത് തന്നെ ഒറ്റ വ്യത്യാസം ഉണ്ടാവും. അതിൽ ഇവിടെ ഉണ്ടാവും എന്താ? CPക്ക് പകരം CP എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ. നേരത്തെ കണ്ടെന്താ? CS എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ സീരീസ് കോമ്പിനേഷൻ. അപ്പൊ നിങ്ങൾ അതിന്റെ സർക്യൂട്ടിന്റെ നോട്ട്ബുക്കിൽ എന്ത് ചെയ്യണം? ഈ സർക്യൂട്ട് നേരെ അല്ലെ ഒരു ഇക്വലന്റ് സർക്യൂട്ട് എന്നുള്ള സിമ്പൽ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? ഇവിടെ ഇതിന്റെ നേരെ തന്നെ വരക്കണം. അതേതാണ്? ഈ സാധനം അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ചിത്രം കുറച്ച് ഇങ്ങോട്ടേക്ക് വരച്ചിട്ട് ഇവിടെ ഇക്വലന്റ് സർക്യൂട്ട് പറഞ്ഞ് ഇത് വരച്ചാലും മതി. ഇനി എല്ലാ കാര്യങ്ങൾക്കും തടസ്സമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പൊ Q ഈക്വൽ ടു CV. അപ്പൊ ഈ സർക്യൂട്ട് ഇതാണ് സർക്യൂട്ട് എങ്കിൽ ഇതിലെടുക്കുന്ന ചാർജ് ഏതാണ്? Q. അപ്പൊ ഇവിടെ എന്താണ്? CP ഇൻറ്റു V. ശരിക്കും ശരാശരി Q ഈക്വൽ ടു CV എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ C ഇല്ല, എന്തായാലും CP ഇൻറ്റു V അല്ലെ? അപ്പൊ എന്നാൽ ഈ സർക്യൂട്ടിലാണെങ്കിൽ എന്താ? Q1 ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ C1 എഴുതാൻ പറ്റില്ല, C1V. Q2 ഈസ് ഈക്വൽ ടു C2V. Q3 ഈസ് ഈക്വൽ ടു C3V. കാണിക്കുന്നത്. അപ്പൊ Q1 is equal to C1V, Q2 is equal to C2V, Q3 is equal to C3V. അപ്പൊ ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ Qന് പകരം എന്ത് കൊടുക്കുക? Q എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ്. ഈ ചാർജ് ഇത് നമ്മൾ Q1 ഉം Q2 ഉം Q3 ഉണ്ട്. അപ്പൊ Q പറയണ്ടേ? അപ്പൊ ഈ 3 ആള് ഇപ്പൊ പറഞ്ഞാൽ 3 ആള് കഷ്ടപ്പെട്ടിട്ട് ചേർക്കുന്ന ചാർജ് ആണ് എന്ത്? Q. എന്നാൽ ഈ 3 ആൾക്ക് പകരം ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചു അല്ലെ? ഇതാ ആ കപ്പാസിറ്റർ ആണ് ഇത്. ആ കപ്പാസിറ്റർ ഉപയോഗിച്ചപ്പോൾ കിട്ടുന്ന ചാർജ് സെയിം. ഞാൻ നേരത്തെ പറഞ്ഞ കേസ് 3 കപ്പാസിറ്റർ ഉപയോഗിച്ചപ്പോൾ എടുത്ത ചാർജ് എത്രയാണ്? 100. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം 100 മൈക്രോ കൂളംബ് ആയിക്കോട്ടെ, 100 മൈക്രോ കൂളംബ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ ഉപയോഗിച്ചപ്പോഴും നമുക്ക് എത്രത്തിന് കിട്ടുന്നത്? 100 മൈക്രോ കൂളംബ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 കപ്പാസിറ്ററിന് ഇക്വലന്റ് ആണ് ആര്? ഈ ഒരു കപ്പാസിറ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ കപ്പാസിറ്റൻസ് പറഞ്ഞ പേരാണെന്ത്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ട് അപ്പൊ നമ്മൾ ഈ Q1 is equal to C1V, Q2 is equal to C2V, Q3 is equal to C3V എഴുതിയത് ഈ സർക്യൂട്ടിനാണ്. പുറത്തോളെ പ്രോബ്ലം ചെയ്യാനുണ്ട്, വളരെ ശ്രദ്ധിച്ചോളെ. ഇത് വെച്ചിട്ട് ഇത് മനസ്സിലായ പ്രോബ്ലം ചെയ്യാം. അപ്പൊ ഞാൻ ഇന്ന് ഇതിന്റെ കേസിൽ അവസാനം നിങ്ങൾക്ക് പ്രോബ്ലം തരുന്നുണ്ട്. അപ്പൊ എത്രത്തോളം ആളുകൾക്ക് ക്ലാസ് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്നുള്ളത് ഇന്ന് തന്നെ മനസ്സിലാവും. ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യണം? നിങ്ങൾ എനിക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്തിട്ട് അയച്ചു തരണം. ഒരു അസൈൻമെന്റ് തരുന്നുണ്ട്. ആ അസൈൻമെന്റ് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. എല്ലാ ഹിന്റും ഞാൻ തരും, നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു സർക്യൂട്ടിന്റെ ഇക്വേഷൻ ആണ് Q1, Q2, Q3 അല്ലെ? Q1, Q2, Q3. എന്നാൽ ഈ സർക്യൂട്ടിൽ Q1, Q2 ഉണ്ടോ? ഒറ്റ നിലയേ ഉള്ളൂ. അപ്പൊ നോക്കോ, ഈ സർക്യൂട്ട് ഈ 3 കപ്പാസിറ്റൻസ് ഉപയോഗിച്ചപ്പോഴും ഈ ഒരു കപ്പാസിറ്റൻസും സെയിം ചാർജ് കിട്ടണം. അതാ പ്രത്യേകത കേട്ടോ. അപ്പൊ എന്നാൽ ഈ 3 ആൾ ഉപയോഗിച്ചപ്പോൾ 100 കിട്ടിയാണെങ്കിൽ എവിടെ എത്തിയണം? 200. അത് 98 കിട്ടിയാൽ പറ്റില്ല, 99 കിട്ടിയാൽ പറ്റില്ല, 101 കിട്ടിയാലും പറ്റില്ല. ഇതിനേക്കാൾ സെയിം ആയിരിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിന് ഇക്വലന്റ് ആണെന്ത്? ഈ സർക്യൂട്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 സർക്യൂട്ട് ഒന്ന് തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ സർക്യൂട്ടിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇതാണ് Q ഈക്വൽ ടു Q1 പ്ലസ് Q2 പ്ലസ് P3. അതിന് ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടി? Q ഈക്വൽ ടു അല്ലെ? അപ്പൊ ഇത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് Q, അതാണെന്ത്? CPV. ഇതാ CPV. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ Qന് പകരം എന്ത് കൊടുക്കുക? CPV. ഇത് Q1ന് പകരം C1V
P1 ഉണ്ടാവോ? ഇല്ല, സെയിം പൊട്ടൻഷ്യൽ ആട്ടോ. Q2 is equal to C2V, Q3 is equal to C3V. അപ്പൊ Q ന് പകരം CPV. അപ്പൊ ഇക്വേഷൻ നോക്ക്, CPV is equal to C1V plus C2V plus C3V. എല്ലാത്തിലും V ഇല്ലേ, ക്യാൻസൽ ചെയ്ത് അല്ലെ? അങ്ങനെ എന്തായിരിക്കും? CP is equal to C1 plus C2 plus C3. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. പാരലൽ കോമ്പിനേഷൻ്റെ ഇക്വേഷൻ കമ്പയർ ചെയ്തുള്ള കൃത്യമായിട്ട് സീരീസ് കോമ്പിനേഷനിൽ 1/CS ആണ് കിട്ടിയത്. പാരലൽ കോമ്പിനേഷൻ എന്താ? CP ആണ് കിട്ടിയത്. അപ്പൊ CP is equal to C1 plus C2 plus C3. ഇതാണ് ഇതിന്റെ ഇക്വേഷൻ. പാരലൽ കോമ്പിനേഷൻ പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ CP is equal to C1 plus C2 plus C3. ഇനി സീരീസ് കോമ്പിനേഷൻ ആണെങ്കിലോ 1/CS is equal to 1/C1 plus 1/C2 plus 1/C3. ഇതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, സീരീസിൽ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ 1/CS കാണേണ്ട ആവശ്യമില്ല. എന്താണ് കാണേണ്ടത്? CS ആ കാണേണ്ടത്. അപ്പൊ 1/CS കിട്ടിയാൽ പിന്നെ എന്ത് ചെയ്യണം? അതിന്റെ ഒന്നും കൂടി തലതിരിക്കണം അല്ലെ? നിങ്ങളെപ്പോലെ തന്നെ പല ആൾക്കാരും തലതിരിഞ്ഞിട്ടേ ഉള്ളത് കേട്ടോ. അപ്പം പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ CP is equal to C1 plus C2 plus C3 ഇത് കിട്ടി. ഇനി നോക്കോ, ഇനി ഒരേ 5 കപ്പാസിറ്റി 4 ഉണ്ടെങ്കിലോ C1 plus C2 plus C3 plus C4, 5 ഉണ്ടെങ്കിലോ C1 plus C2 plus C3 plus C4 plus C5, n ആണെങ്കിലോ C1 plus C2 plus C3 plus C4 plus etc to Cn. റെഡി അല്ലേ? ഇനി നോക്കോ, ഇത് 2 കപ്പാസിറ്റർ ഉള്ളൂ. അങ്ങനെ എന്താ C1 plus C2 അല്ലെ? രണ്ടിന്റെ വാല്യൂ സെയിം ആണ്. രണ്ടിന്റെ വാല്യൂ 5 നാനോ ഫാരഡ് ആണ്. അപ്പൊ 5 നാനോ ഫാരഡ് പ്ലസ് 5 നാനോ ഫാരഡ് എത്ര കിട്ടി? 10 നാനോ ഫാരഡ്. അപ്പൊ 2 5 2. ഇനി 3 5 3 5 പ്ലസ് 5 പ്ലസ് 5 എത്രയാ? 3. 5 പ്ലസ് 5 പ്ലസ് 5 എത്രയാ? 15. 3 5 15 അല്ലേ? 4 ആണെങ്കിലോ 4 5 20. അപ്പൊ n ഉണ്ടെങ്കിലോ n into 5. അപ്പൊ അത് ആ 5 ഏതു ആകാം? നിക്കോ, ഫോർ ഇൻ n ഈക്വൽ. കണ്ടോ ഇവിടെ നിക്കോ, ഈക്വൽ കപ്പാസിറ്റേഴ്സ് അല്ലെ? ഇല്ല, ഈക്വൽ കപ്പാസിറ്റേഴ്സ് ഓഫ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റി. ഇതാ കപ്പാസിറ്റി എന്ന് പറഞ്ഞാലും കപ്പാസിറ്റൻസ് പറഞ്ഞാലും തന്നെയാണ്, ഒന്ന് തന്നെയാണ്. അപ്പൊ എല്ലാത്തിന്റെ വാല്യൂ C ആണ്. അങ്ങനെ എന്താ? NC അല്ലെ? 2 ആണെങ്കിൽ 2 5, 3 ആണെങ്കിൽ 3 5, 4 ആണെങ്കിൽ 4 5, n ആണെങ്കിൽ n 5. അപ്പൊ അതെന്താ? 5ന് പകരം ഏത് വാല്യൂ ആകാം? അപ്പൊ ഇതാണ് എന്ത്? സീരീസ് കോമ്പ്. എന്നാ നേരെ തിരിച്ചോർമ്മിച്ചോ. സീരീസിൽ എന്തായിരുന്നു പറഞ്ഞത്? CS is equal to, ഓർക്കെ പറ, CP is equal to NC. CS is equal to C/N. C/N ആണ്. അപ്പൊ ഇതാണ് കേസ്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ കൃത്യമായിട്ട് ഓർത്തോ, സീരീസ് കോമ്പിനേഷൻ എന്താണ്, പാരലൽ കോമ്പിനേഷൻ എന്താണെന്നുള്ളത്. സീരീസിലാണെങ്കിൽ എന്തായിരിക്കും? സെയിം ചാർജ് ഡിഫറെന്റ് പൊട്ടൻഷ്യൽ. പാരലൽ ആണെങ്കിലോ സെയിം പൊട്ടൻഷ്യൽ ഡിഫറെന്റ് ചാർജ്. എന്നാൽ ഏതെങ്കിലും ഒന്ന് ഓർമ്മിച്ചാൽ മതി, അതിന്റെ തല തിരിഞ്ഞായിരിക്കും മറ്റേതിന് മാത്രം. ഇനി CP is equal to C1 plus C2 plus C3 അല്ലെ? 3 ആണെങ്കിൽ. ഇനി പാരലൽ ആണെങ്കിൽ എന്താ? 1/CS is equal to 1/C1 plus 1/C2 plus 1/C3. ഇനി പാരലൽ ആണെങ്കിൽ ഒരേപോലത്തെ ആണെങ്കിൽ CP is equal to NC. സീരീസിലാണെങ്കിൽ എന്താ? CS is equal to C/N. അപ്പൊ n ഒന്നുകിൽ മൾട്ടിപ്ലൈയും അല്ലെങ്കിൽ എന്ത് ഡിവൈഡ് ചെയ്യും. മൾട്ടിപ്ലൈ ചെയ്താൽ കൂടും. അപ്പൊ കൂടുന്ന ആർക്ക്? പാരലലിന്. ഡിവൈഡ് ചെയ്യുന്ന ആർക്കാ? സീരീസിന്. സീരീസ് എന്താ? കുറയും. സീരീസ് ആണെങ്കിൽ എന്ത് ചെയ്യും? കുറയും അല്ലേ? ഓർത്തോ, ഒരു രോഗീന്റെ കാര്യം സീരിയസ് ആണെങ്കിൽ എന്താ പറയാ, ഭയങ്കര സീരിയസ് ആണ്. സീരിയസ് ആണെങ്കിൽ എന്ത് ചെയ്യും? കാര്യം പോക്കായിരിക്കും. ചിലപ്പോ നല്ലതാണല്ലേ? കുറവായിരിക്കും, ആയുസ് കുറവായിരിക്കും. ഓർത്തോളെ, സീരീസ് ആണെങ്കിൽ എന്തായിരിക്കും? കുറവായിരിക്കും. പാരലൽ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് കൂടിക്കൂടി വരും. ഓക്കെ. ഇനി ഒരു പ്രോബ്ലം ചെയ്തോ. കഴിഞ്ഞ ക്ലാസ്സിൽ സീരീസിൽ പ്രോബ്ലം ചെയ്തിരുന്നു. അപ്പോൾ പല കുട്ടികളും ചെയ്തിട്ടില്ല. ആദ്യം ഞാൻ രണ്ടാമത് ഒരു മെമ്പർ ഒരു റിമൈൻഡർ കൊടുത്താൽ മാത്രമേ വന്നിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ പറ്റൂലേ? കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ചെയ്യണം, എന്നാലേ റെഡി ആവുള്ളൂ കേട്ടോ. ഒരു പ്രോബ്ലം നോക്കിവിടെ. ഫൈൻഡ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റി when 2 capacitors of 2 microfarad and 1 microfarad are connected in. അപ്പൊ 2 കപ്പാസിറ്റൻസ് ഏതൊക്കെയാണെന്ന്? C1 2 മൈക്രോഫാരഡ്, C2 1 മൈക്രോഫാരഡ്. അപ്പൊ അതിനെന്ത് കാണണം? കണക്റ്റഡ് എന്നായിരിക്കും. ഒന്ന് ഇൻ സീരീസിൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര? പാരലൽ ഉണ്ടാകുന്ന എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എത്ര? അപ്പൊ രണ്ടിന്റെ ഇക്വേഷൻ അറിഞ്ഞാൽ മതി, വേഗം കിട്ടും. ഇപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റകൾ C1 2 മൈക്രോഫാരഡ്, C2 1 മൈക്രോഫാരഡ്. അപ്പൊ എന്ത് കാണണം? സീരീസ് കോമ്പിനേഷനിലും കാണണം, പാരലൽ. സീരീസിൽ CS കാണണം. ശരിക്കും സീരീസ് കോമ്പിനേഷൻ ഇക്വേഷൻ എന്താ? 2 ആണെങ്കിൽ 1/CS is equal to 1/C1 plus 1/C2 എന്നാണ്. പക്ഷേ 2 ആകുമ്പോൾ നമുക്ക് എഫക്റ്റീവ് എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഫോർമുല പറഞ്ഞിട്ടുണ്ട്. എന്താ? C1 C2 divided by C1 plus C2. C1ന്റെ വാല്യൂ എത്രയാ? 2. C2ന്റെ വാല്യൂ എത്രയാ? 1. അപ്പൊ ഇവിടെ 2 into 1
ഡിവൈഡഡ് ബൈ 2+1. നിങ്ങൾ ശ്രദ്ധിക്കണം, പ്രാക്ടിക്കൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടണം കേട്ടോ. ഇവിടെ വിട്ടുപോയിട്ടുണ്ട്, ഇവിടെ ആവശ്യമില്ല. ശരിക്കും നിങ്ങൾ ഒരു ബ്രാക്കറ്റ് ഇട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ഉത്തരം 2 × 1 ഡിവൈഡ് ബൈ 2+2 തന്നെ ഉത്തരം കിട്ടുക 2 ആയിരിക്കും. അത് തെറ്റാ ഉത്തരം, 2 ഉത്തരമല്ല അല്ലേ. ഇവിടെ 2/3 ആണ്. 2/3 എന്ന് പറഞ്ഞാൽ 0.67. ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ ഏതൊക്കെ കപ്പാസിറ്റർ ഉപയോഗിച്ചത്? 2 മൈക്രോ ഫാരഡും 1 മൈക്രോ ഫാരഡും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എഫക്റ്റീവ് എത്ര കിട്ടിയത്? 0.67. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂടുകയോ ചെയ്തോ കുറയുകയോ ചെയ്തത്? 1 ഉപയോഗിച്ച് 2 ആണ്, പിന്നെ ഉപയോഗിച്ച് 2 1 ആണ്. ഇപ്പൊ കിട്ടിയ എത്രയാണ്? 0.67. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറഞ്ഞു. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറയുന്ന കോമ്പിനേഷൻ ഏതാണ് ചോദിക്കും, പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കുറഞ്ഞ കോമ്പിനേഷൻ ഏതാണ്? സീരീസ് കോമ്പിനേഷൻ. എന്നാൽ ഇവിടെ നോക്കിക്കോ, ഈ 2ഉം 1ഉം ആയിട്ട് ചെറുതേതാ? 1. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റി ഏതിനേക്കാൾ ചെറുതാ? 1നേക്കാൾ ചെറുതാണ്. എന്നാൽ 3 ഉപയോഗിച്ച് C1 C2 C3 അല്ലെ. 1ന്റെ വാല്യൂ 5, രണ്ടാമത്തെ വാല്യൂ 4, മൂന്നാമത്തെ വാല്യൂ എത്രയാ? 3. അപ്പൊ 5 4 3 ഉപയോഗിച്ച്. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ചെറുതായിരിക്കും. ഏതിനേക്കാൾ ചെറുതായിരിക്കും? ഏറ്റവും ചെറുതിനേക്കാൾ ചെറുത് 3നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ അങ്ങനെ ഓർമ്മിക്കട്ടെ, ഓർമ്മിച്ചോളെ. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസിൽ ഏറ്റവും ചെറുത് ഏതാണോ അതിനേക്കാൾ ചെറുതാണെങ്കിൽ ആ കോമ്പിനേഷൻ ഏതാണെന്ന് നമുക്ക് ഉറപ്പിക്കാം, സീരീസ് ആണെന്ന് ഉറപ്പിക്കാം. എന്നാൽ ഇതിന്റെ അതാണ് CS is less than 1 microfarad. That is നിങ്ങളെ എഫക്റ്റീവ് കപ്പാസിറ്റി ഡിക്രീസ് ഇൻ സീരീസ് കോമ്പിനേഷൻ. എങ്ങനെയായിരിക്കും അത്? ലെസ് ദാൻ ലീസ്റ്റ് കപ്പാസിറ്റൻസ്. ഏറ്റവും ചെറുത് ഏതാണോ അതിനേക്കാൾ ചെറുതായിരിക്കും. എന്നാൽ പാരലൽ വളരെ എളുപ്പത്തിൽ കാണാം. ഇവിടെ മൈക്രോ ഫാരഡ് ആൻസർ എഴുതണേ. ഇവിടെ 2 × 1 ഇവിടെ എന്ത് ചെയ്യണം? മൈക്രോ ഫാരഡ് എഴുതണം കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ അവസാന ആൻസറിൽ മൈക്രോ ഫാരഡ് ചെയ്താലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യട്ടോ. കറക്റ്റ് മെത്തേഡ് ഇവിടെ എന്ത് ചെയ്യാ? 2 × 1 × 10⁻⁶ 6 2 പ്രാവശ്യം ഉണ്ട്. ഈൻ്റെ വേണം ഈൻ്റെ വേണം. ഇവിടെ എന്ത് ചെയ്യണം? ഇതിൻ്റെ കോൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കുക. അപ്പോൾ 1 ക്യാൻസൽ ചെയ്ത് ബാക്കി വരും കേട്ടോ. ചെയ്ത് നോക്ക്. 2/3 അല്ലെ. ഇവിടെ 2 × 2 കൂടി വരും. ഇവിടെ എത്ര പ്രാവശ്യം വരുള്ളൂ? 1 പ്രാവശ്യം വരുള്ളൂ. കാരണം എന്താ? 2 തേങ്ങ പ്ലസ് 1 തേങ്ങ എന്ന് പറഞ്ഞാൽ എത്ര തേങ്ങ വരും? 3 തേങ്ങ. അല്ലാതെ 3 തേങ്ങ എന്നറിയോ? ഇല്ല. അപ്പൊ അതേപോലെ ഇവിടെ 2+1 2 നാനോ 2 മൈക്രോ 1 മൈക്രോ 3 മൈക്രോ. അപ്പൊ ഇവിടെ 1 വരും, മേലെ എന്ത് വരും? 2 വരും. മൾട്ടിപ്ലിക്കേഷൻ ആണ് കേട്ടോ. അപ്പൊ 2/3. അപ്പൊ അതാണ് ലെസ് ദാൻ ലീസ്റ്റ്. എന്നിട്ട് പാരലൽ കോമ്പിനേഷൻ എന്താ? ഇക്വേഷൻ എന്താ? CP = C1 + C2. C1ന്റെ വാല്യൂ എത്ര? 2 മൈക്രോ ഫാരഡ്. C2ന്റെ വാല്യൂ എത്ര? 1 മൈക്രോ ഫാരഡ്. അപ്പൊ 2 1 3 മൈക്രോ ഫാരഡ്. അപ്പൊ ഇവിടെ നിങ്ങൾ വേണമെങ്കിൽ മൈക്രോ ഫാരഡ് എഴുതാം, അതാണ് ശരിയായത്. നിങ്ങൾ എഴുതാൻ തെറ്റൊന്നുമില്ല. ഇവിടെ നോക്ക്, 2 1 കൂട്ടിയിട്ട് എത്ര കിട്ടി? 3 കിട്ടി. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കൂടുകയോ ചെയ്തത് കുറയുകയോ ചെയ്തത്? കൂടി. എപ്പോഴാ കൂടുന്നത്? പാരലലിൽ കൂടും. അപ്പൊ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പാരലലിൽ കൂടും, സീരീസിൽ എന്ത് ചെയ്യും? കുറയും. ഓർത്തോളണേ. എന്നാൽ അതിന്റെ നേരെ തിരിച്ചാണ് റെസിസ്റ്റൻസിൽ. ഓർക്കണം, പിന്നീട് പറയാം. 2 ഓർമ്മിക്കാൻ എളുപ്പം ഓർക്കണേ, പിന്നീട് പറയാം. റെസിസ്റ്റൻസ് പറയുമ്പോൾ ആ ഒരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് പറഞ്ഞാൽ ഒരിക്കലും മറന്നു പോലും കേട്ടോ. യെസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് CP എന്ത് ചെയ്ത്? 2 ഏറ്റവും വലുതേത്? 1 2നേക്കാൾ കൂടുതലാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ഇൻ പാരലൽ കോമ്പിനേഷൻ. ഇനി ഏതിനേക്കാൾ കൂടുതലായിരിക്കും? ഗ്രേറ്റർ ദാൻ ദ ഹയസ്റ്റ് കപ്പാസിറ്റൻസ്. ഏതാണോ ഏറ്റവും വലുത് അതിനേക്കാൾ കൂടുതലായിരിക്കും. ഇതാണ് ഏത്? പാരലൽ കോമ്പിനേഷൻ. അപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറയുന്നു, 2 നോട്ട് ചെയ്തോളെ. 1 എഫക്റ്റീവ് കപ്പാസിറ്റി ഡിക്രീസ്. ഏത് കോമ്പിനേഷനിലെ? സീരീസ് കോമ്പിനേഷനിലെ. എന്നാൽ എഫക്റ്റീവ് കപ്പാസിറ്റി അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻക്രീസ് ഏത് കോമ്പിനേഷനിലെ? പാരലൽ. അപ്പോൾ നോക്കാം, ജസ്റ്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ കുറച്ച് 2 വരയല്ലേ ഉള്ളൂ. ആ 2 വരേനെ വലുതാക്കാൻ എന്ത് ചെയ്യുക? നേരെ ഇങ്ങനത്തെ ആട്ടേക്ക് വരക്കുക, കട്ട് ചെയ്ത് ഞാൻ സിമ്പിൾ പിന്നീട് പറയാം. ഇതാണ്. അപ്പൊ ഇനി ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം ഉടനെ എന്ത് ചെയ്യണം? ഈ 2 സീരീസ് കോമ്പിനേഷൻ പാരലൽ കോമ്പിനേഷൻ കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ഒരു അസൈൻമെന്റ് തരുന്നുണ്ട്. ആ അസൈൻമെന്റിൽ സീരീസും പാരലും 2 ക്ലബിലിറ്റാണുള്ളത്. അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിൽ ഓരോന്നായി പറയാം. ഫൈൻഡ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് അല്ലെ. അപ്പൊ ഇത് നോക്കിക്കോ, ഇത് 4 മൈക്രോ ഫാരഡ്, ഇതോ 3 മൈക്രോ ഫാരഡ്, ഇത് 9. ഇതും ഏത് കോമ്പിനേഷനാ? ഇതും പാരലൽ കോമ്പിനേഷൻ. അപ്പൊ ഇത് 3 9, ഇത് രണ്ടും കൂട്ടിയാൽ കിട്ടും CP കിട്ടും അല്ലെ. അപ്പൊ ഈ സാധനം ഏത് കോമ്പിനേഷനിലായിരിക്കും? ഇതായിരിക്കും, സീരീസ് ആയിരിക്കും അല്ലെ. അപ്പൊ സീരീസ് ആണെങ്കിൽ അത് രണ്ടിനും കൂടി ഒരു എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഉണ്ടാകും അല്ലെ. ആ കപ്പാസിറ്റൻസും ഇതുമായിട്ട് ഏത് കോമ്പിനേഷനിലാണ്? പാരലൽ കോമ്പിനേഷനിലാണ്.
അപ്പോൾ പാരലൽ കോമ്പിനേഷൻ കിട്ടും, എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കിട്ടും. അപ്പോൾ ഒന്നാം സർക്യൂട്ടിൽ ഇത് മൂന്ന് ഇതാണ്. ഫൈൻഡ് ദ എഫക്റ്റീവ് കപ്പാസിറ്റി ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് എന്നാണ് പറഞ്ഞത്. ഇനി രണ്ടാമത്തെ സർക്യൂട്ട് നോക്കിക്കോ, ഇതാണ്. ഇതിന്റെ അകത്ത് എന്ത് ചെയ്യണം? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണണം. എഫക്റ്റീവ്. അപ്പൊ ഇതും ഏത് കോമ്പിനേഷൻ ആണ്? പാരലൽ. ഇതും പാരലൽ. അപ്പൊ ഇത് രണ്ടും പാരലായിട്ട് ഇപ്പൊ ഇതിന് നോക്കിക്കോ, ഇത് CP1 കിട്ടും, ഇതിന്റെ CP2 കിട്ടും. അത് CP1 CP2 ഏതായി? സീരീസ് ആയി. അപ്പൊ സീരീസ് ആണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുക. അപ്പം 3 പ്രാവശ്യം കാൽക്കുലേഷൻ ഉണ്ടാവും. ഇതിന്റെ CP1, ഇതിന്റെ CP2. അപ്പൊ CP1 CP2 എന്തായിരിക്കും? സീരീസിലായിരിക്കും. അപ്പൊ CS is equal to CP1 into CP2 divided by CP1 plus CP2 വെച്ചിട്ട് നീ പ്രോബ്ലം ചെയ്യാം. ഇനി മൂന്നാമത്തെ ഇത് നോക്ക്, ഇതും ഏതാണ്? സീരീസ്. ഇതും സീരീസ്. അപ്പൊ ഇതും ആദ്യം സീരീസ് കാണുക, ഇതും ആദ്യം സീരീസ് കാണുക, പിന്നെ ഇത് രണ്ടും ഏതായി? പാരലൽ. ഇങ്ങനെ കിട്ടി. അപ്പൊ ഇതാണ് ഇതിന്റെ വിഷയം. ഇനി ഇത് നിങ്ങൾ കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ അടുത്ത കുറച്ചും കൂടി ഉയർന്ന സ്റ്റെപ്പ്. അപ്പൊ നിങ്ങൾക്ക് എത്ര ആൾക്ക് ഇത് നന്നായിട്ട് മനസ്സിലായിട്ട് അറിയാൻ പറ്റും, അതിന്റെ സ്റ്റെപ്പാണ് ഇത്. 3 capacitors of each capacitance 9 picofarad. 3 കപ്പാസിറ്റൻസ് ഉണ്ട്. 3ന്റെ വാല്യൂ എത്രയാണ്? 9 picofarad ആർ കണക്റ്റഡ് ഇൻ സീരീസ്. എങ്ങനെയാണ് സീരീസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒന്നാമത് വാട്ട് ഈസ് ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കോമ്പിനേഷൻ. അപ്പൊ നിങ്ങൾ ചിത്രം വരച്ച് നോക്കിയാൽ മതി, അത് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണണം. രണ്ടാമത് ചോദിക്കുന്നത് ഇവിടെ, അപ്പൊ സീരീസ് കോമ്പിനേഷൻ നന്നായിട്ട് പഠിച്ചാൽ മതി. സീരീസ് കോമ്പിനേഷൻ എന്താ പറയുന്നത്? സീരീസ് കോമ്പിനേഷനിൽ ചാർജ് സെയിം, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അപ്പൊ ഇവിടെ നോക്കോ, വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ് ഓഫ് ഈച്ച് in the combination is connected to a 120 volt supply. അപ്പൊ നമ്മൾ സർക്യൂട്ട് പ്രോബ്ലം തന്നത്, ആ പ്രോബ്ലം നിങ്ങൾ എന്താക്കി ഒരു സർക്യൂട്ട് ആക്കി മാറ്റുക. 3 കപ്പാസിറ്റൻസ് ഉള്ളത്, അതിന്റെ പൊട്ടൻഷ്യൽ സോഴ്സ് എത്രയുള്ളത്? 120. എന്നാണ് C1 C2 C3ന്റെ വെച്ച് നോക്കിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ. അപ്പൊ ഒന്ന് കണക്ക് കാണണം, V1 കാണണം, V2 കാണണം, V3 കാണണം. ഇനി V1ഉം V2ഉം V3യും കൂട്ടി കിട്ടിയിട്ട് എത്ര കിട്ടുന്നു നോക്കാലോ. അടുത്ത് ഇനി മൂന്നാമത്തെ പ്രോബ്ലം. The 3 capacitors of capacitor വ്യത്യസ്തം. 2 picofarad, 3 picofarad and 4 picofarad connected in parallel. ഏതിലുള്ളത്? പാരലൽ ആണ്. ഒന്നാമത് വാട്ട് ഈസ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദ കോമ്പിനേഷൻ? CP അറിയാലോ. രണ്ടാമത് ഡിറ്റർമൈൻ ദ ചാർജ് ഓൺ ഈച്ച് കപ്പാസിറ്റർ if the combination is connected to 100 volt supply. അപ്പൊ V എത്രയാണെന്ന്? 100. അപ്പൊ ഇതിൽ എന്ത് കാണണം? Q1 Q2 Q3. ഇതിൽ എന്ത് കാണണം? V1 V2 V3. ഓർത്തല്ലേ? അപ്പൊ ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? ഈ ക്ലാസ് 2-3 പ്രാവശ്യം കാണുക, നിർത്തിയിട്ട് സംശയം ഉണ്ടെങ്കിൽ വീണ്ടും നോക്കി കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ പ്രോബ്ലം ചെയ്തിട്ട് ഇന്ന് തന്നെ പറ്റുന്നവർ ഇന്ന് അയക്കുക, അല്ലെങ്കിൽ നാളെ തന്നെ അയക്കുക. നാളേക്ക് മൊബൈൽ അയക്കണം കേട്ടോ. കൃത്യമായിട്ട് അയച്ചോളെ, എന്നാൽ ക്ലാസ് വളരെ റെഡി ആയിരിക്കും. ഈ ക്ലാസ് തിയറി മനസ്സിലായ ശേഷം മാത്രം നിങ്ങൾ പ്രോബ്ലം ചെയ്ത് നോക്കുക. പ്രോബ്ലം ചെയ്ത് നിങ്ങൾ രക്ഷപ്പെട്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ നിങ്ങൾ തറവായ എന്നർത്ഥം. എന്നിട്ട് കൃത്യമായിട്ട് എന്ത് ചെയ്യുക? നോക്കി ശ്രമിക്കുക, പഠിക്കുക, നന്നായിട്ട് നോക്കുക. പിന്നെ ഇത് കൂടാതെ ടെക്സ്റ്റിലുണ്ടാകുന്ന അഡീഷണൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നവർക്ക് അത് പറ്റും. ഇനി അല്ലാത്തവർ വളരെ വീക്കാൻ തോന്നുന്ന ആളുകളുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു 5-6 പ്രാവശ്യം എഴുതി പഠിക്കുക. ഇതൊക്കെ എഴുതി പഠിച്ചാലാണ് ഓർമ്മ ഉണ്ടാവും. നോക്കി പഠിച്ചാൽ ഓർമ്മ ഉണ്ടാവില്ല. കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ഓക്കെ, ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇന്നത്തെ ക്ലാസ് നിർത്താം. നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ക്ലാസ്സിലേക്ക് കാണാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.